പ്രതിഷേധം 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 അഴിമതിക്കെതിരെ പ്രതിഷേധം അഴിമതിക്കെതിരെ പ്രതിഷേധം അഴിമതിക്കെതിരെ പ്രതിഷേധം അഴിമതിക്കെതിരെ പ്രതിഷേധം അഴിമതിക്കാരെ കൽത്തുറങ്കിൽ അടയ്ക്കുക അഴിമതിക്കാരെ കൽത്തുറങ്കിൽ അടയ്ക്കുക അഴിമതി നടത്തിയവരെ കൽത്തുറങ്കിൽ അടയ്ക്കുക അഴിമതി നടത്തിയവരെ കൽത്തുറങ്കിൽ അടയ്ക്കുക പാവപ്പെട്ടവരുടെ നിക്ഷേപം തിരിച്ചു കൊടുക്കുക പാവപ്പെട്ടവരുടെ നിക്ഷേപം തിരിച്ചു നൽകുക പാവപ്പെട്ടവരുടെ നിക്ഷേപം തിരിച്ചു കൊടുക്കുക. ഈ സമരം സൂചനയാണ് ഇന്ന് ഈ സമരം സൂചനയാണ് സമരത്തിന്റെ രൂപം മാറും സമരത്തിന്റെ രൂപം മാറും ഭാവം മാറും. ഈ വർഗീസ് അവനാ പറഞ്ഞ കുളത്തിനാൽ വർഗീസ് അവനെ ഇന്നിപ്പൊ ഈ സാഹചര്യത്തിലൊക്കെ ഇവിടെ വെച്ച് കിട്ടിയാൽ നിങ്ങളെ മുന്നേ വെച്ച് അവന്റെ കരണപ്പെട്ട് ഞാൻ അനുഭവിക്കും. അതേ വാശിയും വൈരാഗ്യം ഉള്ളവനാ ഞാൻ. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അവൻ പറഞ്ഞു 40 സെന്റ് ഭൂമി കൊണ്ട് വെച്ചോട്ടോ വീട് കൊണ്ട് അത് വിറ്റിട്ടായാലും കൊച്ചാണ്ട് പൈസ തരുമെന്ന് പറഞ്ഞവനെ കാണാനില്ല. നമസ്കാരം. അങ്ങനെ ചന്ദനപ്പള്ളി സഹകരണ ബാങ്കും പൊട്ടിയെന്ന് പറയാം. നിക്ഷേപകർ കാശ് കിട്ടാതെ പെരുവഴി. സംസ്ഥാനത്തെ നിരവധി സഹകരണ ബാങ്കുകൾ നിക്ഷേപകരുടെ പണം നൽകാത്ത അവസ്ഥയാണ്. അതിൽ ചന്ദനപ്പള്ളി സഹകരണ ബാങ്കും എത്തിയെന്നതാണ് സത്യം. പ്രതിഷേധം 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 അഴിമതിക്കെതിരെ പ്രതിഷേധം അഴിമതിക്കെതിരെ പ്രതിഷേധം അഴിമതിക്കെതിരെ പ്രതിഷേധം അഴിമതിക്കെതിരെ പ്രതിഷേധം അഴിമതിക്കാരെ കൽത്തുറങ്കിൽ അടയ്ക്കുക അഴിമതിക്കാരെ കൽത്തുറങ്കിൽ അടയ്ക്കുക അഴിമതി നടത്തിയവരെ കൽത്തുറങ്കിൽ അടയ്ക്കുക അഴിമതി നടത്തിയവരെ കൽത്തുറങ്കിൽ അടയ്ക്കുക പാവപ്പെട്ടവരുടെ നിക്ഷേപം തിരിച്ചു കൊടുക്കുക പാവപ്പെട്ടവരുടെ നിക്ഷേപം തിരിച്ചു നൽകുക പാവപ്പെട്ടവരുടെ നിക്ഷേപം തിരിച്ചു കൊടുക്കുക പാവപ്പെട്ടവരുടെ നിക്ഷേപം തിരിച്ചു നൽകുക നീതി പാലിക്കുക ഭരണസമിതി നീതി പാലിക്കുക ഭരണസമിതി നീതി പാലിക്കുക ഭരണസമിതി നീതി പാലിക്കുക സൂചനയാണ് 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 ഇന്നീ സമരം സൂചനയാണ് ഇന്നീ സമരം സൂചനയാണ് ഇന്നീ സമരം സൂചനയാണ് ഇന്നീ സമരം സൂചനയാണ് സമരത്തിന്റെ രൂപം മാറും സമരത്തിന്റെ രൂപം മാറും ഭാവം മാറും രൂപം മാറും ഭാവം മാറും പുറത്ത് കളിച്ചോ സൂക്ഷിച്ചോ പുറത്ത് കളിച്ചോ സൂക്ഷിച്ചോ സഹകാരികൾക്ക് വേണ്ടി സഹകാരികൾക്ക് വേണ്ടി ഈ സമരം പിന്തുടരുന്നതാണ് സമരം പിന്തുടരുന്നതാണ്. അല്ല രണ്ട് മുദ്രാവാക്യം ഓക്കെ ഇനി ബഹുമാനപ്പെട്ട ഇത് ഇവിടെ പര്യവസാനിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഇവിടെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് വന്ന എല്ലാ നിക്ഷേപകർക്കും ഇവിടുത്തെ കോൺഗ്രസ് അധികാരികള്, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ്, കർഷക കോൺഗ്രസിന്റെ നേതാവ്, അപ്പോൾ അതൊന്നും ഞാൻ പറയുന്നില്ല, വന്ന എല്ലാ ആൾക്കാർക്കും എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഇത് ആദ്യമേ പറഞ്ഞല്ലോ, ഇതൊരു സൂചനയാണ്. ഇനി നമ്മൾ എല്ലാവരെയും ഫോണിൽ കോൺടാക്ട് ചെയ്യും. ഇപ്പോൾ നമുക്കൊരു വാക്ക് ലഭിച്ചു കഴിഞ്ഞു. ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ശ്രീധരൻ സാറും പ്രധാനപ്പെട്ട വൈസ് പ്രസിഡന്റ് KP ഗോവൻ സാറും നമ്മളെ ഔദ്യോഗികമായി അറിയിച്ചു. ഒരു കാരണവശാലും അവർ ഫയൽ ഒപ്പിടില്ല. അത് അവരുടെ വാക്കിനെ ഞങ്ങൾ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. അത് മാത്രമേ ഉള്ളൂ. ലക്ഷക്കണക്കിന് രൂപയുടെ നിക്ഷേപം മുൻ സെക്രട്ടറിയും അസിസ്റ്റന്റ് സെക്രട്ടറിയും ബിനാമി വായ്പകളായി തട്ടിയെടുത്തു എന്നാണ് നിക്ഷേപകർ പറയുന്നത്. ഇത് സംബന്ധിച്ച് കേസുണ്ടെന്നും നിക്ഷേപകർ പറയുന്നു. ലക്ഷക്കണക്കിന് രൂപയുടെ നിക്ഷേപം മുൻ സെക്രട്ടറിയും അസിസ്റ്റന്റ് സെക്രട്ടറിയും ബിനാമി വായ്പകളായി തട്ടിയെടുത്തുവെന്നാണ് നിക്ഷേപകർ പറയുന്നത്. ഇത് സംബന്ധിച്ച് കേസുണ്ടെന്നും നിക്ഷേപകർ ചൂണ്ടിക്കാട്ടുന്നു. ഈ വർഗീസ് അവനാ പറഞ്ഞ കുളത്തിനാൽ വർഗീസ് അവനെ ഇന്നിപ്പൊ ഈ സാഹചര്യത്തിലൊക്കെ ഇവിടെ വെച്ച് കിട്ടിയാൽ നിങ്ങളെ മുന്നേ വെച്ച് അവന്റെ കരണപ്പെട്ട് ഞാൻ അനുഭവിക്കും. അതേ വാശിയും വൈരാഗ്യം ഉള്ളവനാ ഞാൻ. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അവൻ പറഞ്ഞു 40 സെന്റ് ഭൂമി കൊണ്ട് വെച്ചോട്ടോ വീട് കൊണ്ട് അത് വിറ്റിട്ടായാലും കൊച്ചാണ്ട് പൈസ തരുമെന്ന് പറഞ്ഞവനെ കാണാനില്ല. അപ്പൊ അവന്റെ ആനുകൂല്യം വേണമെന്നും പറഞ്ഞ് ഇവിടെ ബോർഡ് തീരുമാനിച്ച് കാര്യങ്ങൾ ചെയ്യുന്നു. എന്തൊരു അഴിമതിയും തോന്നിവാസോ. അപ്പൊ ഈ ഡിപ്പോസിറ്റുകാരനൊക്കെ വലിക്കാനോ? അങ്ങനത്തെ ഈ വർഗീസ് ഇത് നമുക്ക് പറയാനുള്ളൂ. നമ്മളെല്ലാ പറയുന്നു. അത് എല്ലാവർക്കും അറിയാം, വന്നിട്ടുള്ളവർക്കെല്ലാം. 8 കോടിയോളം രൂപ നിക്ഷേപകർക്ക് കൊടുക്കാനുണ്ടെന്ന് പറയുന്നു. 2016 മുൻപ് പണം നിക്ഷേപിച്ചവർക്കാണ് പണം നൽകാനുള്ളത്. ഇവിടെ ഇല്ല. ഞാൻ കൃഷി ചെയ്ത് എൻ്റെ മകനെ പഠിപ്പിച്ച് കൃഷിയിൽ നിന്ന് മാത്രമാണ്. ഉദ്യോഗമോ അല്ലെങ്കിൽ മറ്റ് ഈ വാടകയോ യാതൊന്നും എനിക്ക് വരുമാനമില്ല. എൻ്റെ മകനെ പഠിപ്പിച്ച് അവന് കിട്ടിയ പൈസയുടെ
കുറച്ച് ഭാഗം ഇതിനകത്ത് കൊണ്ടുവിട്ടു കേട്ടോ. അതുമില്ല, അവൻ പലപ്പോഴും ഇതിന് കേസ് കൊടുക്കുന്ന കാര്യത്തെ പറ്റിയൊക്കെ എന്നോട് സംസാരിച്ചിട്ടുണ്ട്. ഇതിൻ്റെ നിക്ഷേപകരെ പറ്റി, നിക്ഷേപകർ ആരൊക്കെ ഉണ്ട്, ആരെങ്കിലും ഉണ്ടോ, അവരെ കൂടെ ഒന്ന് എന്താണ്ട് സംഘടിപ്പിച്ചുകൊണ്ട് നമുക്കിതിന് മുന്നോട്ട് പോകാം എന്ന് പറഞ്ഞ് ഞാൻ എടുത്തിട്ട് എൻ്റെ വീട് എനിക്കിവിടെ ആരെയും ഇവിടെയൊക്കെ വന്ന് കണ്ടപ്പോൾ പരിചയമുണ്ടെന്നുള്ളതല്ലാതെ ആരെയും പരിചയമില്ല. എന്തായാലും ഇപ്പോഴിങ്ങനെ ഒരു സംരംഭമായിട്ട് ഇതിന് നമ്മുടെ നിക്ഷേപം തിരിച്ചു കിട്ടാൻ വേണ്ടി ഇത്രയും ഒരു കൂട്ടായ്മ ഉണ്ടായത് ഏറ്റവും വലിയ ഒരു സന്തോഷമുള്ള കാര്യമാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടുത്തെ ഇങ്ങനെ ആകാനൊരു പ്രധാന കാരണം രാഷ്ട്രീയവൽക്കരിച്ച ഒരു പ്രസ്ഥാനമായിട്ട് മാറിയിരിക്കുകയാണിത്. ഇത് രാഷ്ട്രീയവൽക്കരിച്ച പ്രസ്ഥാനമായിട്ട് മാറിയിരിക്കുക. സൊസൈറ്റി നേരത്തെ കൊപ്പാറ സാറ് ഇവിടെ നിന്നപ്പോൾ വളരെ നന്നായിട്ട് ഓടിക്കൊണ്ടിരുന്ന ഒരു പ്രസ്ഥാനമായിരുന്നു. ഇന്ന് ഒരു നാടൻ ഭാഷ പറയുമല്ലോ, നാഗണ്ട കഞ്ഞിയെന്ന് പറഞ്ഞ പോലെ ആയിരിക്കുകയാണ്. ഇതിന് ഒരു മോചനം വേണം, ഞങ്ങളുടെ പൈസ തിരിച്ചു കിട്ടണം. അതിനുവേണ്ടി ഈ നിക്ഷേപകരെല്ലാം കൂടി എന്ത് തീരുമാനമെടുക്കുന്നു എന്ന് വെച്ചാൽ അതിൻ്റെ കൂടെ ഞാനുണ്ട്, എൻ്റെ മകനുമുണ്ട് എന്നുള്ള വിവരം ഇപ്പോൾ ഇവിടെ അറിയിച്ചുകൊള്ളുന്നു. ഇത്രയേ എനിക്ക് പറയാനുള്ളൂ. ഇവർ പലതവണ എത്തിയെങ്കിലും ബാങ്കിൽ പണമില്ലെന്ന് പറഞ്ഞ് തിരികെ അയക്കുകയായിരുന്നു. ജോലി ചെയ്ത് വിരമിച്ചവരും വിദേശത്ത് നിന്ന് എത്തിയവരുമാണ് നിക്ഷേപകരിൽ അധികവും. ഇവരുടെ ജീവിതകാല സമ്പാദ്യമാണ് ബാങ്കിലിട്ടത്. 10,000 രൂപ മുതൽ 1 കോടി രൂപ വരെ നിക്ഷേപിച്ചവരുമുണ്ട്. ഈ അടുത്ത സമയത്ത് പച്ചക്കറി വാങ്ങിക്കാൻ വന്നപ്പോൾ അതിൻ്റെ ഇടവെച്ച് നിങ്ങളെല്ലാം കൂടെ ആണ് നശിപ്പിക്കുക എന്നുള്ള രീതിയിൽ സംസാരിച്ചു. യാഥാർത്ഥ്യം പുറത്ത് ഞങ്ങൾ അറിഞ്ഞപ്പോൾ സഹകാരികൾ ഇവിടെയൊക്കെ കടന്നു വരികയും ഒട്ടേറെ പേർ ഇവിടെ വന്ന് ദുഃഖങ്ങൾ രേഖപ്പെടുത്തുമ്പോൾ ആ പൈസ കൊടുക്കാൻ കഴിയാതെ നിസ്സഹായ അവസ്ഥയിൽ നിൽക്കുകയും അന്നത്തെ ഭരണസമിതി നമുക്കറിയാം, അതിന് മുമ്പ് പ്രൊഫസർ ജോർജ് കൊപ്പാറ ഇവിടെ ഇതിൻ്റെ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ജില്ലയിലെ ബികാം ബാങ്കായിരുന്നു. എപ്പോൾ ചോദിച്ചാലും പണം കൊടുക്കാനും നമുക്കറിയാം. സഹകരണ പ്രസ്ഥാനം കൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്നത് നമുക്ക് ഓടിച്ചെന്ന് ബാങ്ക് ഓലക്കോ അല്ലെങ്കിൽ നാഷണലൈസ്ഡ് ബാങ്കിൽ ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടില്ലാതെ വളരെ പെട്ടെന്ന് ലോൺ വാങ്ങിക്കാൻ നമ്മളൊരു മകളുടെ കല്യാണമായിട്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ആശുപത്രി കേസായിട്ട് ആ സന്ദർഭത്തിൽ കൈയെത്തുന്ന ദൂരത്തിൽ നമ്മളെ സഹായിക്കാൻ സഹകരണ പ്രസ്ഥാനത്തെ വളർത്തിയെങ്കിൽ ഇവിടെ ആ സ്വപ്നത്തെ മുഴുവൻ തകർക്കുന്ന രീതിയിൽ ഒരു കൂട്ടം ആളുകൾ പങ്കുചേർന്നുകൊണ്ട് നമ്മൾ വിശ്വസിച്ച ആളുകൾ വരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ഭരണസമിതി ഏൽപ്പിച്ച് ആ ഭരണസമിതി 1 വർഷം കൊണ്ടോ 2 വർഷം കൊണ്ടോ അല്ല, 2-3 ഭരണസമിതി ശ്രീ ബാബുജി കോശിയുടെ നേതൃത്വത്തിൽ ഞാൻ പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കുകയാണ്. അതിനു മുമ്പ് വരെ കൃത്യമായ രീതിയിൽ ഇവിടെ ലോണ് കൊടുക്കുവാനും അതിൻ്റെ ആനുകൂല്യങ്ങൾ ഗ്ലാസെങ്കിലും കൊടുക്കുവാനും കഴിഞ്ഞ് മുന്നോട്ട് പോയ സംവിധാനത്തെ മുഴുവൻ ഒരു പാർട്ടി സംവിധാനത്തിൻ്റെ പിൻബലത്തോടുകൂടി അതിനു മുമ്പ് വരെ സംയുക്തമായിരുന്നു. ഇവിടെ ഏറ്റവും ഒരു വീട്ടമ്മയെ പറ്റിച്ചത് അവരുടെ പ്രമാണം ഇവിടെ മുൻപ് വെച്ച് ലോൺ എടുത്ത് ഭർത്താവ് വെച്ച് എടുക്കുകയും പിന്നെ ആ ഭർത്താവ് മരിച്ചതിന് ശേഷം ശ്രീ രഘു ഇതിൻ്റെ സെക്രട്ടറി ആയിട്ടിരുന്ന ആൾ വേറെ ലോൺ പോയി എടുത്തു. അവരിന്ന് ബാധ്യതയായിട്ട് നിൽക്കുന്നു. കരഞ്ഞു വിളിച്ചു നടക്കിടത്തിലെ മണിയൻ്റെ ഭാര്യ ശ്രീമതി വിലാസിനി അങ്ങനെ ഒട്ടേറെ പേരെ കണ്ണീരിലാക്കി സുന്ദരമായിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് ഞാൻ വളരെ ദീർഘമായി മറ്റൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇതിന് തീ വെച്ച് കൊടുത്തിട്ട് വീണ്ടും ഇവിടെ വന്നിട്ട് അദ്ദേഹം കാര്യം സാധിച്ചു പോകാനാണെങ്കിൽ ഈ ഭരണസമിതിയല്ല, ഇവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് പോലും അതിന് ചലിക്കുവാനുള്ള സംവിധാനം ഇവിടുത്തെ സഹകാരികൾ സമ്മതിക്കുന്നില്ല. അതിന് കോൺഗ്രസ് പാർട്ടിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ എല്ലാവിധമായ പിന്തുണയും നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഡിപ്പോസിറ്റേഴ്സ് അസോസിയേഷൻ ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിലാണ് ധർണ നടത്തിയത്. നിലവിലെ അസിസ്റ്റന്റ് സെക്രട്ടറി വിരമിക്കുമ്പോൾ ആനുകൂല്യം നൽകാനായി നിക്ഷേപകരുടെ പണം നൽകാൻ ശ്രമിക്കുന്നതായിട്ടാണ് അറിയാൻ കഴിഞ്ഞത്. ഇതിനെ തുടർന്നാണ് നിക്ഷേപകർ സമരവുമായി എത്തിയത്. എന്ന് മാത്രമല്ല ഏത് സമയത്ത് നിങ്ങൾ വന്നാലും ചാർജ് ചെയ്തോണ്ട് കാര്യമില്ല.
അതിന്റെ നടപടിക്രമം ഉണ്ടാവണം. നടപടിക്രമം ഉണ്ടാവണം സാറേ. ഇവിടുത്തെ പ്രധാന കക്ഷി ഇപ്പൊ തമിഴ്നാട്ടിൽ സുഖിച്ച് ജീവിക്കുക. പൈസ കൊണ്ടിട്ട് പാവപ്പെട്ടവനാണ് പെട്ടേക്കിടന്ന് വിഷമിക്കുക. അതിന് ചില പ്രശ്നങ്ങളുണ്ട്. എന്താന്ന് വെച്ചാൽ ഇത് ചെയ്യേണ്ട സമയത്ത് ചിലതൊന്നും ചെയ്തിട്ടില്ല. അടിസ്ഥാനമില്ല സാറേ, സാറ് ചെയ്തിട്ടുള്ളത് അതിന്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് അറിയിക്കാം. തീർച്ചയായിട്ടും അത് എല്ലാ ഹൈക്കോടതിയിൽ കേസ് കൊടുത്തിട്ടുണ്ട്. പഴയ ഭരണസമിതിയുടെ അതുപോലെ വസ്തുക്കളൊക്കെ കഴിയുന്നതും ഞങ്ങൾ ജപ്തി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ജപ്തി ചെയ്തിട്ട് ഞങ്ങൾക്ക് പൈസ കിട്ടത്തില്ല. കാരണം അതിനൊക്കെ ഈ 1 ലക്ഷം രൂപയ്ക്ക് മാർക്കറ്റിൽ വില 10 ലക്ഷം രൂപ കൊടുത്താൽ എങ്ങനെ കിട്ടും? 80,000 രൂപയൊക്കെ കിട്ടേണ്ട വസ്തു ഇപ്പോൾ അത് 15-16 ലക്ഷം രൂപയ്ക്ക് ബാങ്കിൽ. കേട്ടോണം, നിങ്ങൾ ഓരോരുത്തരും ഇത് കേട്ടോണം. നമുക്ക് അടുത്ത നടപടി ഞങ്ങളാരും നിങ്ങൾക്ക് എതിരല്ല. പൈസ എത്രയും പെട്ടെന്ന് കിട്ടാൻ വേണ്ടി പല നടപടികളും ഞങ്ങൾ സ്വീകരിക്കുന്നു. അതിനൊക്കെ ഫലം കണ്ടു തരണമെങ്കിൽ ഒരുപാട് സമയം. എന്നാൽ തന്നെ എല്ലാവരുടെയും പൈസ കൊടുക്കാൻ ഈ മൊത്തം പൈസ ഇപ്പോൾ 2-3 കോടിയൊക്കെ രൂപ ബാലൻസ്. അത് സർക്കാർ ഇടപെട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മാർഗത്തിലൂടെ മാത്രമേ ഇത് കൊടുക്കാൻ പറ്റൂ. നമ്മൾ സ്ട്രോങ് ആയെങ്കിൽ മാത്രമേ നിങ്ങളുടെ ഒരു പൈസ പോലും നഷ്ടപ്പെടുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ഞങ്ങൾ ചെയ്യത്തില്ല. ഞങ്ങൾ എതിരല്ല സാറേ, സാർ നിങ്ങൾക്കെതിരല്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ നിക്ഷേപം കിട്ടുക ആരും ആർക്കെതിരല്ല. അവരവരുടെ ആവശ്യങ്ങൾ അവരെ അത്ര മാത്രമേ ഉള്ളൂ. ആരോ ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാക്കിക്കാനോ അല്ല. ഇത് നന്നായിട്ട് നടന്നു കൊടുക്കാൻ ഞങ്ങളുടെ ആഗ്രഹം. ഇനി ഞങ്ങൾക്ക് ബഹുമാനപ്പെട്ട പ്രസിഡന്റ് നമുക്ക് വാക്ക് തന്നു. ഇനിയും ബഹുമാനപ്പെട്ട ആരാധ്യനായ വൈസ് പ്രസിഡന്റ് ശ്രീ KP ഗോപാൽ സാറ് ഒരു വാക്ക് നിക്ഷേപകരോട് സംസാരിക്കുന്നു. നിങ്ങളെ പോലെ തന്നെ ഒരു മെമ്പറായി വന്നു. വേണമെങ്കിൽ രക്ഷപ്പെടുമോ എന്ന് വിചാരിച്ച് വന്നതാണ്. രക്ഷപ്പെടാനുള്ള തീവ്ര ശ്രമത്തിലാണ്. ഇതിനെ സംബന്ധിച്ച് പ്രസിഡന്റ് പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളോടും പൂർണ്ണ പിന്തുണയാണ്. അതനുസരിച്ച് മുന്നോട്ട് പോകാൻ ഫയൽ നിങ്ങൾക്ക് കാണണമെങ്കിൽ ഇവിടെ വന്നാൽ മതി. ഞങ്ങളത് വ്യക്തമായിട്ട് അടുത്ത നമ്മളെങ്ങനെ പോലീസുകാരെ കൊണ്ടുവന്നു. ഇവിടുന്ന് ലക്ഷങ്ങൾ ഇതുവരെ പിടിച്ച് അകത്തിടാൻ പറ്റിയില്ല. എന്തൊരു ഭരണ സംവിധാനം പറയുന്നത്. നമുക്കിവിടെ ചോദ്യം ഇതിനൊക്കെ ഓരോ സമയമുണ്ട്. ആ സമയത്തൊന്നും അത് ചെയ്യുന്നില്ല. എന്നേം ചെയ്യുന്നത് സമയം കഴിയുന്നില്ല. ആദ്യം ചെയ്ത തെറ്റെന്ന് പറഞ്ഞാൽ അയാൾക്ക് പൈസ തിരിച്ചടയ്ക്കാനുള്ള സമയം കൊടുത്തു. അതൊന്നുമല്ല, കള്ളനെ പിടിച്ചിട്ട് തൊട്ടിശാലയും കൊണ്ടുവരാനാണോ പോലീസുകാർ ചെയ്യുന്നത്? അല്ല, അങ്ങനെ കൈയോട് കൊടുക്കണം ബന്ധപ്പെട്ടവരടുത്ത് മേപ്പോട്ട്. ഇവിടുത്തെ സ്വർണം ലോക്കറിലിരുന്ന സ്വന്തം വർഗീസ് കുളത്തിനാലെ മോടിച്ചോണ്ട് പോയി. അത് സത്യമല്ലയോ? നിഷേധിക്കാൻ പറ്റുമോ? ഇവിടെ ഇരുന്ന സ്വർണം, സ്ട്രോങ് റൂമിലിരുന്ന സ്വർണം എങ്ങനെ വെളിയിൽ പോയി? അവന്റെ ആവശ്യങ്ങൾ നടന്നു. എങ്ങനെ വിജിലൻസിനകത്ത് കയറി? എങ്ങനെ അവനെ സസ്പെൻഡ് ചെയ്തു? ഒരു ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിൽ അന്തസ്സും അഭിമാനത്തോടുകൂടി വർക്ക് ചെയ്താൽ അവന് നല്ല രീതിയിൽ പെൻഷൻ വാങ്ങിച്ച് സെറ്റിൽമെന്റ് വാങ്ങിച്ചുകൊണ്ട് പോകാം. ഇവൻ എന്തുകൊണ്ട് പെൻഷൻ വാങ്ങിക്കുന്നില്ല? എന്തുകൊണ്ട് അവന് സെറ്റിൽമെന്റ് കിട്ടുന്നില്ല? ചിന്തിക്കേണ്ട വിഷയമാണ്. എല്ലാവരും ഇവിടെ സർക്കാർ ജീവനക്കാരുണ്ട്. അന്തസ്സായിട്ട് ജോലി ചെയ്തു, അന്തസ്സായിട്ട് പെൻഷൻ വാങ്ങിക്കുന്നു, അന്തസ്സായിട്ട് സെറ്റിൽമെന്റ് കിട്ടി. ഞങ്ങളെ ആരും വിജിലൻസുകാരൊന്നും വന്ന് ചെക്ക് ചെയ്തില്ല. ഇവിടെ മാത്രം വിജിലൻസ് കയറി. സ്ട്രോങ് റൂമിലെ സ്വർണം പോയി. എങ്ങോട്ട് പോയി? അത് ജനമറിയണം. എങ്ങോട്ട് കൊണ്ടുപോയി ഇവിടുത്തെ സ്വർണം? അതിനാണ് മറുപടി ഞങ്ങൾക്ക് ലഭിക്കേണ്ടത്. ഞാൻ പറഞ്ഞ കള്ളമാണോ? ഇവിടെ ഇരുന്ന ഒരു പാവം പിടിച്ച ജീവനക്കാരെ കള്ളയൊപ്പിട്ട് നിഷേധിക്കാമെങ്കിൽ പറഞ്ഞു. ഇവിടെ ഉണ്ടല്ലോ പാവം പിടിച്ച ഒരു ജീവനക്കാരന്റെ അവരുടെ കള്ളയൊപ്പിട്ട് BF-ൽ എടുത്തു. നിഷേധിക്കാൻ പറ്റുമെങ്കിൽ ആ ലേഡി ഇവിടെ ഇപ്പൊ ഉദ്യോഗസ്ഥയാണ്. അവരോട് ഞങ്ങൾ പറയുന്നതാണെങ്കിൽ ഞങ്ങളെ പാമ്പ് കടിച്ചോട്ട്. ഞങ്ങൾ പറയുന്ന കള്ളമാണെങ്കിൽ അതെ, നമ്മുടെ അടുത്ത നടപടി എന്താണെന്ന് നമ്മൾ തീരുമാനിക്കും. ആക്ഷൻ കൗൺസിൽ പ്രസിഡന്റ് ജോയൽ ജോർജ്, ജോയി തുണ്ടിയിൽ, P. ഗോപിനാഥൻ നായർ, KJ ആന്റണി, ജോസ് തെങ്ങിനാൽ, ജിജി ജോർജ്, PD ബേബിക്കുട്ടി, KC വർഗീസ് എന്നിവർ സംസാരിച്ചു. ഈ സൊസൈറ്റി വളർത്തിക്കൊണ്ടുവരാൻ തന്നെ നല്ല രീതിയിൽ പ്രയത്നിച്ച ഒരു വ്യക്തി കൂടാണ് ഞാൻ. കാരണം ഇവിടുത്തെ വളം മോശമാണെന്നും പറഞ്ഞ് പല കർഷകരും വാങ്ങിക്കത്തില്ല. അവരെ നിർബന്ധിച്ച് നല്ല വളം എടുപ്പിച്ച് ഇവിടുന്ന് കൊടുത്ത് പെർമിറ്റ് കൃഷി ഓഫീസിൽ നിന്ന് കൊടുത്ത് ഇവിടുത്തെ വളം ചെലവാക്കി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയ ഒരു സംരംഭമായിരുന്നു. പക്ഷേ ഇത് ചില വ്യക്തികൾ ഇതിനകത്തിൽ കരിങ്കാലിപ്പണി കാണിച്ച് ഇതിപ്പം നശിപ്പിച്ചിരിക്കുകയാണ്. ഇത് നമുക്ക് അനുവദിക്കാനൊക്കെയില്ല. അവരെന്ത് വേണേലും ചെയ്തോട്ടെ, പിള്ളേരുടെ ശമ്പളമോ പെൻഷനോ എന്ത് വേണേലും കൊടുത്തോട്ടെ. പക്ഷേ നിക്ഷേപകരുടെ പൈസ
ആക്കി ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ട് മാത്രമേ അത് ചെയ്യാവൂ. അതിനുവേണ്ടി ആ കമ്മിറ്റിയിൽ ഒരു തീരുമാനം എടുക്കാൻ പാടില്ല. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇത് ഭാവിയിൽ ഭവിഷ്യത്ത്. ഇന്നിപ്പം ED വന്നു കഴിഞ്ഞപ്പോൾ മൈലപ്പുറയിലെ പൈസ കൊടുത്തു തുടങ്ങി, കരുവന്നൂർ ED ഏറ്റപ്പോൾ അവിടെ കൊടുത്തു തുടങ്ങി. അതുപോലെ ഇവിടെയും നമുക്ക് ED കൊണ്ടുവരാനുള്ള സംവിധാനം ചെയ്യണം. കാരണം ഇത് അറിയണം, ലോകം മൊത്തം അറിയണം ഇത്. കാരണം നമ്മൾ കഷ്ടപ്പെട്ട പൈസയാണ്, ആരെയും കട്ടും മോട്ടിച്ചു ഒന്നുമല്ല. നമ്മൾ ജോലി ചെയ്തതും കൃഷിയിൽ നിന്ന് കിട്ടിയ ആദായങ്ങളും മാത്രമാണ് നമ്മളിവിടെ കൊണ്ടു കൊടുത്തിട്ടുള്ളത്. അത് നമുക്ക് തിരിച്ച സമയത്തിന് കിട്ടുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നമുക്ക് ഈ സൊസൈറ്റി? അത് ഒരു കാരണവശാലും അനുഭവിക്കാനൊക്കത്തില്ല. പൈസ പുള്ളിക്കാരന് കൊടുക്കേണ്ട പൈസ കൊടുത്തോട്ടെ, അത് നമുക്ക് പ്രശ്നമല്ല. പക്ഷേ നമ്മുടെ പൈസ കിട്ടി, ഡിപ്പോസിറ്റ് ചെയ്തിട്ടുള്ള പൈസ അല്ല, നമ്മുടെ പൈസ തന്നിട്ട് എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, കൊടുത്തോട്ടെ. അതിന് ഞങ്ങൾക്ക് യാതൊരുമില്ല. ഞങ്ങൾ ഇതിനകത്ത് ഒരു പ്രകോപനം ഉണ്ടാക്കാനോ ഒരു പ്രശ്നം ഉണ്ടാക്കാനോ ഒന്നല്ല, ഞങ്ങളുടെ കാര്യങ്ങൾ പറയാൻ മാത്രമാണ് ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് അതിൽ അടിയുറച്ച് നിന്നുകൊണ്ട് ഇനിയും ഇതിന് ഡിപ്പോസിറ്റർമാർക്ക് പൈസ കിട്ടുന്നില്ലെങ്കിൽ മുന്നോട്ടുള്ള സമരപരിപാടികൾ ആഹ്വാനം ചെയ്യാൻ ഞങ്ങൾ ബാധ്യസ്ഥരാകും. അതിന് വേണ്ട നടപടി ഈ ഭാഗത്തുനിന്ന് പ്രസിഡന്റിന്റെ ഭാഗത്തുനിന്നും ബാക്കിയുള്ള അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ കൂടിയിട്ടുള്ള എല്ലാവർക്കും വേണ്ടി ഞാൻ എൻ്റെ സംസാരിക്കും. ബഹുമാനപ്പെട്ട കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ശ്രീ പ്രകാശ് കുസങ്കാവിന്, മുൻ മണ്ഡലം പ്രസിഡന്റ് ശ്രീ മുല്ലൂർ സുരേഷ്, കർഷക കോൺഗ്രസിന്റെ പ്രിയ നേതാവ് ശ്രീ അടിമുടി സാങ്കുട്ടി, സ്നേഹം നിറഞ്ഞ നിക്ഷേപകരെ, വളരെ ദുഃഖത്തോടു കൂടിയാണ് ഞാനിന്ന് ഇവിടെ നിൽക്കുന്നത്. കാരണം ഒരു 10 വർഷങ്ങൾക്ക് മുമ്പ് നല്ല രീതിയിൽ വിഭാവനം ചെയ്ത ഒരു പ്രസ്ഥാനമായിരുന്നു ചന്ദനപ്പള്ളി കോപ്പറേറ്റീവ് സൊസൈറ്റി. ചന്ദനപ്പള്ളി കൊപ്പാറ ഗീവറീസ് കത്താർ വിഭാവനം ചെയ്ത പ്രസ്ഥാനം ഈ മുൻ ഭരണസമിതി പരിപൂർണമായി നശിപ്പിച്ച് നാരായണക്കല്ലാക്കി കളഞ്ഞ ഒരു അവസ്ഥയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. കാരണം നിക്ഷേപകരായ നൂറുകണക്കിന് ആൾക്കാർ ഒരു നേരത്തെ ആഹാരത്തിന് വഴിയില്ല. ഈ മഴ നിങ്ങൾക്കറിയാം. അതുപോലെ ഒരു നേരത്തെ ആഹാരത്തിന് വഴിയില്ല. ഉള്ള കാശ് നാട്ടിലെ ഒരു സഹകരണ പ്രസ്ഥാനത്തിൽ കൊണ്ടിട്ട ഒരൊറ്റ കുറ്റമേ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ. അല്ലാതെ ഞങ്ങൾ ഇവിടെ വന്ന് ഉപരോധിക്കുന്നത് ഇവിടുത്തെ ഭരണസമിതിയെ ആക്രമിക്കാനോ ഇവിടുത്തെ ഉദ്യോഗസ്ഥരെ ആക്രമിക്കാനോ ഒന്നും ഞങ്ങളില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ പണം തിരികെ ലഭിക്കണം. ഈ ഒരൊറ്റ ആവശ്യം മാത്രമേ ഞങ്ങൾ ഉന്നയിക്കുന്നുള്ളൂ. നിങ്ങൾക്ക് സൊസൈറ്റിയിൽ ആർക്ക് വേണേൽ നിങ്ങൾ കൊടുത്തു. നിങ്ങൾ വഴിവിട്ട കാര്യങ്ങളാണ് നിങ്ങൾ മുൻ ഭരണസമിതി ഇവിടെ ചെയ്തത്. ഇവിടെ മുല്ലൂർ സുരേഷ് പ്രസംഗത്തിൽ സൂചിപ്പിച്ചു. കഴിഞ്ഞ ഭരണസമിതി വഴിവിട്ട ഭരണം കൊടുത്തു. 2 ലക്ഷം രൂപ പ്രോപ്പർട്ടി കിട്ടേണ്ട സാധനത്തിന് 5 ലക്ഷം രൂപയാണ്. നമ്മളൊരു സ്വർണം പണയം വെക്കാൻ വന്നാൽ 55,000 രൂപ സ്വർണ്ണത്തിന് മൂല്യമുണ്ടെങ്കിൽ 35,000 രൂപ മാത്രമേ ബാങ്ക് കൊടുക്കുകയുള്ളൂ. ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത്? 35,000 രൂപയ്ക്ക് 90,000 കൊടുക്കുന്നത്. പിന്നെ അവൻ എങ്ങനെ പാർട്ടി ആ ഗോൾഡ് എടുക്കാൻ തിരിച്ചു വരും? നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണ്. അതുപോലാണ് ഇവിടുത്തെ പ്രോപ്പർട്ടി, ഇവിടുത്തെ സമീപ പ്രദേശങ്ങൾ പല പ്രോപ്പർട്ടി. ഞാൻ 1-2 ലേലത്തിന് ഞാനും പോയി അറ്റൻഡ് ചെയ്തവനാണ്. പക്ഷേ ഇന്നത്തെ മാർക്കറ്റ് വില 4 ലക്ഷമാണെങ്കിൽ ആ പ്രോപ്പർട്ടിക്ക് കൊടുത്തിരിക്കുന്നത് 12 ലക്ഷമാണ് ലോണ്. 7 വർഷത്തെ പലിശ. ചിന്തിച്ചു, അതാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഞങ്ങളുടെ കാശ് എവിടെ പോയി? ഞങ്ങൾ ഇട്ട പൈസ ഞങ്ങളുടെ എവിടെ പോയി? അത് മാത്രം ഞങ്ങൾ അറിഞ്ഞാൽ മതി. ആരാണ് ഇതിന് ഉത്തരവാദി? ഇതിന് വേണ്ട നിയമ നടപടികൾ ഈ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഇതിന് ഭരണസമിതി, ഇപ്പോഴത്തെ ഭരണസമിതിയെ ഞാൻ കുറ്റം പറയല്ല, മുൻ ഭരണസമിതി കാണിച്ച അഴിമതിയുടെ ഫലമാണ് ഇപ്പോൾ ഇവിടെ അനുഭവിക്കുന്നത്. ഇവിടെ ശ്രീധരൻ സാറ്, KP ഗോപാലൻ സാറിന് നേതൃത്വമുള്ള ഭരണസമിതി നല്ല രീതിയിൽ നടത്തുന്നുമില്ലെന്ന് ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ അവരെ മുൻ ഭരണസമിതി ചെയ്ത അഴിമതി അവരെങ്ങനെ വെളിച്ചത്ത് കൊണ്ടുവരും? അവർക്കും കുറെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്, ഗവൺമെന്റ് ഭാഗത്തു നിന്ന് കുറെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഇത് ഞങ്ങൾ ഉൾക്കൊള്ളുന്നു. പക്ഷെ ഞങ്ങൾക്കൊന്നേ പറയുവാനുള്ളൂ, ഞങ്ങൾക്ക് ലഭിച്ച, ഞങ്ങൾ നിക്ഷേപിച്ച, ഞങ്ങൾ കഷ്ടപ്പെട്ട, ഞങ്ങളുടെ പണം സൗദി അറേബ്യയിൽ മറലാനത്തിൽ പോയി കഷ്ടപ്പെട്ട പൈസ, റെയിൽവേ പ്ലാറ്റ്ഫോമിൽ പോയി ഞാൻ കഷ്ടപ്പെട്ട റെയിൽവേയുടെ പണം, ഞാൻ എന്റെ റിട്ടയർമെന്റ് കാശ് ഈ കുട്ടപ്പായി എന്ന് പറഞ്ഞ വ്യക്തി എന്റെ വീട്ടിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോയി. കുട്ടപ്പായിയാണ് ഇതിന് ഉത്തരവാദി. ഇവിടെ ക്യാൻസർ പേഷ്യന്റ്, കിഡ്നി പേഷ്യന്റ്, കരൾ രോഗ ആൾക്കാർ ഇവിടെ ഉണ്ട്. ആരുടെയും പേരെടുത്ത് ഞാൻ പറയുന്നില്ല. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ബഹുമാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്, മാതൃഭൂമി പ്രതിനിധി ഇവിടെ ഉണ്ട്, മനോരമയുടെ പ്രതിനിധിയുണ്ട്, മാധ്യമത്തിന്റെ പ്രതിനിധിയുണ്ട്. നിങ്ങൾ അറിയണം, നാളെ പത്രമാധ്യമങ്ങൾ ന്യൂസ് കവറേജ് നിങ്ങൾ കൊടുക്കണം. അതേ ഞങ്ങൾ ആവശ്യപ്പെടുന്നുള്ളൂ. നാളെ ന്യൂസ് കവറേജ് എല്ലാ പത്രങ്ങളിലും നാളെ ഇത് അറിയണം, ജനം അറിയണം. ഇവിടെ നടന്ന അഴിമതി എന്താണെന്ന്, ഇവിടെ നടന്ന അഴിമതി എങ്ങനെ ഞങ്ങളുടെ പൈസ പോയി. നിങ്ങൾ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താം. ഈ ഇരിക്കുന്ന കുട്ടപ്പായി 40 ലക്ഷം രൂപ അവന്റെ വൈഫിന്റെ പേരിൽ ലോണ്, അവന്റെ 2 മക്കളുടെ പേരിൽ ലോണ്, അവന്റെ പെങ്ങളുടെ പേരിൽ ലോണ്, ചിട്ടി, അതുകൂടാതെ ചിട്ടി, അങ്ങോട്ടും ഇങ്ങോട്ടും ജാമ്യം നിന്ന് ചിട്ടി എല്ലാം പോയി. അവസാനം ഒരു പൈസ ഇങ്ങോട്ട് അടയ്ക്കാനില്ല. കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ഞങ്ങളുടെ പ്രേരണ ഫലം 1,09,80,000 രൂപ കൊണ്ട് അടച്ചു. ഇനിയും കിടക്കുന്നു ലക്ഷങ്ങൾ, 40 ലക്ഷം. വീണ്ടും ഇപ്പോൾ ഇവിടെ ഒരു തീരുമാനം വരുന്നു, അവന്റെ കാശ് അഡ്ജസ്റ്റ് ചെയ്ത് കുട്ടിക്കഴിച്ചങ്ങ് തീർക്കാം. അതിനാണ് ഞങ്ങൾ വെക്കുന്നത്. അവന്റെ വിക്ഷേപണ കാര്യം ഭരണസമിതിക്ക് പ്രശ്നമില്ല. അവന്റെ കാശ് എങ്ങനെ സെറ്റിൽമെന്റ് കൊടുക്കാം? അതാണ് ആ ഒരു ചോദ്യത്തിന് മാത്രം ഭരണസമിതി ഞങ്ങൾക്ക് മറുപടി തരുക. ആ ഒരു ചോദ്യം മാത്രമേ ഉള്ളൂ. ബഹുമാനപ്പെട്ട ശ്രീധരൻ സാറ്, ബഹുമാനപ്പെട്ട ഗോപാലൻ സാർ അറിയണം, നിങ്ങൾ അവന്റെ മാത്രം എന്തിനു നിങ്ങൾ മുൻകൈ എടുക്കുന്നു? അവന്റെ കാര്യത്തിൽ നിങ്ങൾ എന്തിനു മുൻകൈ എടുക്കുന്നു? ആ മുൻകൈ എടുക്കുന്നത് ഞങ്ങളുടെ ഈ നിക്ഷേപകരെ
നിക്ഷേപകർക്ക് നിങ്ങൾ മുൻകൈ എടുക്കുക. നിങ്ങളെ ഞങ്ങൾ അവരെ കുറ്റം പറയുകയല്ല, പക്ഷേ ജനം മനസ്സിലാക്കണം, ഈ നിക്ഷേപകർ മനസ്സിലാക്കണം. ദയവ് ചെയ്ത് പത്രമാധ്യമങ്ങൾ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ SHO സഹിതമുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെ നിൽപ്പുണ്ട്. ഞങ്ങൾ ആക്രമണാസക്തമായ ഒന്നും ഞങ്ങളിവിടെ പറയുന്നില്ല. ഞങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പിരിഞ്ഞു പോകും. ഞങ്ങളുടെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് ഒരു പ്രതിഷേധവും ഉണ്ടല്ലോ, പക്ഷേ ഞങ്ങളുടെ പണം ഞങ്ങൾക്ക് തിരികെ ലഭിക്കണം. ഇത് സൂചന മാത്രം. ഇത് സൂചന കൊണ്ട് ഭരിച്ചില്ലെങ്കിൽ ഇതിങ്ങനല്ല ഇവിടെ നടക്കുന്നത്. അത് മാത്രം മനസ്സിലാക്കിക്കൊണ്ട് ഈ വന്ന എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ദുഃഖകരായി പ്രതിപാദ കാലാവസ്ഥ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന സഹകാരികളെ, ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച ആൾ സൂചിപ്പിച്ച പോലെ ഒട്ടേറെ സമരങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ ഈ നിക്ഷേപകരുടെ ദുഃഖത്തിന് ഒരു പരിഹാരം എന്ന നിലയിൽ നടത്തിയിട്ടുള്ളതാണ്. ആദ്യം ഈ വിവരം അറിഞ്ഞപ്പോഴേ പോസ്റ്റ് ഒട്ടിച്ചപ്പോൾ ഞങ്ങളാണ് ഈ പോസ്റ്റ് ഒട്ടിച്ചുകൊണ്ടാണ് ഈ വർഗീസ് ഞങ്ങളോട് പ്രത്യേകം പ്രാദേശിക ഒരു വരെ ഈ അടുത്ത സമയത്ത് പച്ചക്കറി വാങ്ങിക്കാൻ വന്നപ്പോൾ അതിൻ്റെ ഇടവച്ച് നിങ്ങളെല്ലാം കൂടെ ആണ് നശിപ്പിച്ചത് എന്നുള്ള രീതിയിൽ സംസാരിക്കുക. യാഥാർത്ഥ്യം പുറത്ത് ഞങ്ങൾ അറിഞ്ഞപ്പോൾ സഹകാരികൾ ഇവിടെയൊക്കെ കടന്നു വരികയും ഒട്ടേറെ പേർ ഇവിടെ വന്ന് ദുഃഖങ്ങൾ രേഖപ്പെടുത്തുമ്പോൾ ആ പൈസ കൊടുക്കാൻ കഴിയാതെ നിസ്സഹായ അവസ്ഥയിൽ നിൽക്കുകയും അന്നത്തെ ഭരണസമിതി നമുക്കറിയാം, അതിന് മുമ്പ് പ്രൊഫസർ ജോർജ് വർഗീസ് കൊപ്പാറ ഇവിടെ ഇതിൻ്റെ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ജില്ലയിലെ ബികാം ബാങ്കായിരുന്നു. എപ്പോൾ ചോദിച്ചാലും പണം കൊടുക്കാനും നമുക്കറിയാം. സഹകരണ പ്രസ്ഥാനം കൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്നത് നമുക്ക് ഓടിച്ചെന്ന് ബാങ്ക് ഓലക്കോ അല്ലെങ്കിൽ നാഷണലൈസ്ഡ് ബാങ്കിൽ ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടില്ലാതെ വളരെ പെട്ടെന്ന് ലോൺ വാങ്ങിക്കാൻ നമ്മളൊരു മകളുടെ കല്യാണമായിട്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ആശുപത്രി കേസായിട്ട് ആ സന്ദർഭത്തിൽ കൈയെത്തുന്ന ദൂരത്തിൽ നമ്മളെ സഹായിക്കാൻ സഹകരണ പ്രസ്ഥാനത്തെ വളർത്തിയെങ്കിൽ ഇവിടെ ആ സ്വപ്നത്തെ മുഴുവൻ തകർക്കുന്ന രീതിയിൽ ഒരു കൂട്ടം ആളുകൾ പങ്കുചേർന്നുകൊണ്ട് നമ്മൾ വിശ്വസിച്ച ആളുകൾ വരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ഭരണസമിതി ഏൽപ്പിച്ച് ആ ഭരണസമിതി 1 വർഷം കൊണ്ടോ 2 വർഷം കൊണ്ടോ അല്ല 2-3 ഭരണസമിതി ശ്രീ ബാബുജി കോശിയുടെ നേതൃത്വത്തിൽ ഞാൻ പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കുകയാണ്. അതിനു മുമ്പ് വരെ കൃത്യമായ രീതിയിൽ ഇവിടെ ലോണ് കൊടുക്കുവാനും അതിൻ്റെ ആനുകൂല്യങ്ങൾ ഗ്ലാസെങ്കിലും കൊടുക്കുവാനും കഴിഞ്ഞ് മുന്നോട്ട് പോയ സംവിധാനത്തെ മുഴുവൻ ഒരു പാർട്ടി സംവിധാനത്തിൻ്റെ പിൻബലത്തോടുകൂടി അതിനു മുമ്പ് വരെ സംയുക്തമായിരുന്നു. ഇവിടെ ജോർജ് വർഗീസ് സാർ ഭരണ സംവിധാനം മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ അകത്ത് കോൺഗ്രസിൻ്റെ പ്രതിനിധികളുണ്ടായിരുന്നു, CPM-ന്റെ 1-2 പ്രതിനിധികളുണ്ടായിരുന്നു. ഏകപക്ഷീയമായ ഒരു ഭരണ സംവിധാനത്തിൽ വന്നപ്പോൾ ശ്രീ ബാബുജി കോശി ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ നടന്ന അഴിമതിയുടെ ഫലമാണ് ഇന്നിവിടെ ഈ ഒത്തുചേർന്ന സാഹചര്യം ഒരുക്കിയിരിക്കുന്നത്. നമുക്കറിയാം, മൈലപ്പുറയും കരിവീടിനും അപ്പുറമാണ് ഇവിടെയും കൊള്ള നടത്തിയിരിക്കുന്നത്. ദുഃഖാർത്ഥരായ എത്രയോ പേർ കഴിഞ്ഞ ദിവസവും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വീടുകളിൽ കയറിയപ്പോൾ ഇവിടെ വന്ന് കാൽമുട്ട് തേഞ്ഞ് ഇന്ന് വിശ്രമിക്കുകയാണ്. പ്ലാന്റേഷനിൽ പോയി കഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന പൈസയുടെ ഒരു വിഹിതം കൊണ്ട് ഇട്ടത്, അതുപോലൊക്കെ അതിലുപരിയായിട്ട് ഒരു വീട്ടമ്മയെ പറ്റിച്ചത്, അവരുടെ പ്രമാണം ഇവിടെ മുൻപ് വെച്ച് ലോൺ എടുത്ത് ഭർത്താവ് വെച്ച് എടുക്കുകയും പിന്നെ ആ ഭർത്താവ് മരിച്ചതിന് ശേഷം ശ്രീ രഘു ഇതിൻ്റെ സെക്രട്ടറി ആയിട്ടിരുന്ന ആൾ വേറെ ലോൺ പോയി എടുത്തു. അവരിന്ന് ബാധ്യതയായിട്ട് നിൽക്കുന്നു. കരഞ്ഞു വിളിച്ചു നടക്കുക ഇടത്തിലെ മണിയൻ്റെ ഭാര്യ ശ്രീമതി വിലാസിനി. അങ്ങനെ ഒട്ടേറെ പേരെ കണ്ണീരിലാക്കി സുന്ദരമായിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് ഞാൻ വളരെ ദീർഘമായി മറ്റൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇതിന് തീ വെച്ച് കൊടുത്തിട്ട് വീണ്ടും ഇവിടെ വന്നിട്ട് അദ്ദേഹം കാര്യം സാധിച്ചു പോകാനാണെങ്കിൽ ഈ ഭരണസമിതിയല്ല, ഇവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് പോലും അതിന് ചലിക്കുവാനുള്ള സംവിധാനം ഇവിടുത്തെ സഹകാരികൾ സമ്മതിക്കുന്നില്ല. അതിന് കോൺഗ്രസ് പാർട്ടിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ എല്ലാവിധമായ പിന്തുണയും നിങ്ങളോടൊപ്പം ഉണ്ടാവും മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നമ്മളെ കൂടിയിരിക്കുന്ന എല്ലാം നമുക്കറിയാം, ഈ സഹകരണ ബാങ്കിൽ വളരെ കാലങ്ങളായി നിക്ഷേപം നടത്തി അത് താഴെ തട്ടിൽ നിന്ന് സ്വരൂപിച്ച പണമൊക്കെ ഈ ബാങ്കിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയും നമുക്ക് കുറച്ച് ലാഭം ഉണ്ടാകത്തക്ക രീതിയിലുമാണ് ഈ പറയുന്ന സഹകരണ ബാങ്കിൽ നമ്മൾ നിക്ഷേപം നടത്തുന്നത്. പക്ഷേ ഇന്ന് 343 ആൾക്കാർ കണക്കും പ്രകാരം ഈ ബാങ്കിൽ നിക്ഷേപം നടത്തിയിട്ടുണ്ടെങ്കിൽ അവരുടെ ആരുടെയും തന്നെ പണം കൃത്യമായി തിരികെ കൊടുക്കാനുള്ള ഒരു സംവിധാനം ഈ ബാങ്ക് എടുത്തിട്ടില്ലെന്നുള്ളതാണ് ഇന്നത്തെ സത്യം. കഴിഞ്ഞ 5 വർഷം മുമ്പ് ഈ ബാങ്കിൽ ചെറിയ അപാകതകൾ ഉണ്ടായ സമയത്ത് വിവരാവകാശ നിയമം അനുസരിച്ച് അടൂരിൽ പോയി നമ്മുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരിൽ നിന്ന് വിവരാവകാശ നിയമം അനുസരിച്ച് 118 പേജുള്ള ഒരു ബുക്ക് നമുക്ക് തരികയും അതിനോടനുബന്ധിച്ചുള്ള 7 പ്രാവശ്യം 7 സമരങ്ങൾ ഈ ബാങ്കിൻ്റെ മുമ്പിൽ കോൺഗ്രസ് പാർട്ടി നടത്തുകയും ചെയ്തതിനാൽ അന്നത്തെ ഇവിടുത്തെ നമുക്കറിയാം 12ത്തെ സർക്കിൾ ഇൻസ്പെക്ടറുടെ കേസ് ഈ ബാങ്കിനെതിരെ എടുക്കുകയല്ലാതെ
ഇതിൻ്റെ നടപടി വിജിലൻസിൻ്റെ ഭാഗത്തോട്ടോ മറ്റു സർക്കാരിൻ്റെ ഭാഗത്തോട്ടോ ഒന്നും പോയിട്ടില്ല. അതിൻ്റെ പ്രധാന കാരണം ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ഭരണ സംവിധാനം. ഇതിനു മുമ്പ് നമുക്കറിയാം, ഒരു പ്രാവശ്യം രാജിവെച്ച് പോയ ഭരണവാഹികൾ വീണ്ടും കള്ളയോട്ട് നടത്തി ഈ സഹകരണ ബാങ്കിൻ്റെ ഭരണം പിടിച്ചെടുക്കുകയുണ്ടായി. അന്നത്തെ അനുഭവങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്. അതൊക്കെ ഇതിൻ്റെ മുൻകാലത്തെ ഈ ബാങ്കിനെ നശിപ്പിച്ച സെക്രട്ടറി ഉൾപ്പെടെയുള്ള അന്നത്തെ ഭാരവാഹികളെ ഭരണകർത്താക്കളെ രക്ഷിക്കുവാൻ വേണ്ടി മാത്രമാണ് വീണ്ടും അധികാരത്തിൽ അവർ വന്നിരിക്കുന്നത്. അല്ലാതെ ഈ ബാങ്കിനെ മുന്നോട്ട് കൊണ്ടുപോകാനോ ഇതിനെ ഈ പറയുന്ന പാവപ്പെട്ട നിക്ഷേപകരുടെ പണം തിരിച്ചു കൊടുക്കുവാനോ ഒന്നും വേണ്ടിയല്ല. നമുക്ക് എങ്ങനെങ്കിലും കുറച്ചു കാലം കൂടെ ഇവരെ സംരക്ഷിക്കണം. ഞങ്ങൾ തീർത്ത് പറയുന്നു, അന്നത്തെ കാലത്ത് അന്നത്തെ സമരങ്ങളിൽ ഞങ്ങൾ പറഞ്ഞു, നിക്ഷേപകർ ഞങ്ങളുടെ കൂടെ നിൽക്കൂ, നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ട്, ഇവിടെ ഞങ്ങളുടെ സമരങ്ങൾ നമുക്ക് ഘടിപ്പിച്ച് ഇന്ന് നമുക്കറിയാം കരവന്നൂരിലും മറ്റും നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ, അവിടെ സമരങ്ങൾ നടത്തിക്കൊണ്ട് മാത്രം ഇന്ന് അവിടുത്തെ നിക്ഷേപകർക്ക് പണം കിട്ടുവാനുള്ള ഒരു വ്യവസ്ഥ അതൊക്കെ സർക്കാർ ഇപ്പോൾ ഏറ്റെടുത്തു. അതുപോലുള്ള നിങ്ങൾ ശക്തമായി മുന്നോട്ട് വന്നാൽ ഈ ബാങ്കിലും അതേ രീതിയിൽ തന്നെ നിക്ഷേപിച്ചുള്ള നിങ്ങളുടെ പണങ്ങൾ നിങ്ങൾക്ക് തിരികെ കിട്ടും. അത് ശക്തമായ സമരത്തിന് ഞങ്ങൾ നിങ്ങളോടൊപ്പം എപ്പോഴും ഉണ്ട്. ഞാനും ഒരു നിക്ഷേപകനാണ്. ഈ പണം എൻ്റേതല്ലെങ്കിലും ഞങ്ങളുടെ ദേവാലയത്തിൻ്റെ കുറേ പണം ഞാനൊരു ട്രസ്റ്റ് എന്ന നിലയിൽ ഈ സഹകരണ ബാങ്ക് നിക്ഷേപിച്ചിട്ടുണ്ട്. ഞാനും ഒരു നിക്ഷേപകനാണ്. ഒരു കണക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ വേഗം അദ്ദേഹം പള്ളിയുടെ നിക്ഷേപകനാണ്. ഞങ്ങൾക്കൊക്കെ പണം കിട്ടാനുണ്ട് ഈ ബാങ്കിൽ നിന്നും. പക്ഷേ ഇവിടെ ഒന്നും നടക്കുന്നില്ല. ഇവിടെ നമുക്കറിയാം ഇന്ന് വരുന്നു, അത് നമ്മുടെ ഉദ്യോഗസ്ഥർ തന്നെ നമ്മൾ പറഞ്ഞു, ഇന്ന് 5000 രൂപ വന്നാലും അവരത് പോക്കറ്റിൽ വെച്ച് പോകുന്നു. കാരണം അവർക്ക് അവരുടെ ശമ്പളം ഇതിൽ നിന്നാണ് അവർ കിട്ടുന്നത്, വേറെ ഒന്നുമില്ല. അത് കിട്ടാനുള്ള ലോണുകൾ ഒരുപാടുണ്ട്. ലോൺ എടുത്ത ആൾക്കാർ ഇവിടെ പണം അടയ്ക്കാനുണ്ട്. അതിനുള്ള കൃത്യമായ സംവിധാനം ഒന്നും അവർ ചെയ്യുന്നില്ല. 10-12 പേര് ഇവിടെ വരുന്നു, യോഗം കൂടുന്നു, അവരെന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു, പോകുന്നതല്ലാതെ എന്താണ് ഈ ബാങ്കിന് ഇങ്ങനെ മുമ്പോട്ട്? ഞങ്ങളുടെ പൂർവികരൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടി ഉണ്ടാക്കിയെടുത്തൊരു ബാങ്കാണിത്. ഇത് നശിച്ചു പോകാൻ ഞങ്ങൾ ചന്ദനപ്പള്ളിയിലെ പൗരാവലി സമ്മതിക്കില്ല. ഞങ്ങൾ ഇതിനോടൊപ്പം എന്തുകൊണ്ടാവും? ചന്ദനപ്പള്ളിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഈ ചന്ദനപ്പള്ളി സഹകരണ ബാങ്ക് എന്നുള്ളത്. നശിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. നിങ്ങൾ നിക്ഷേപകരോടൊപ്പം ഞങ്ങൾ എപ്പോഴും ഉണ്ടാവും. എല്ലാ സമരഭാഗത്തും ഇതൊരു തുടക്കമാണ്. അടുത്ത ആഴ്ച പോയി ഞങ്ങൾ സമരങ്ങൾ വീണ്ടും ഇവിടെ ആവർത്തിക്കാൻ പോവുകയാണെന്ന് അറിയിച്ചുകൊണ്ട് ഈ വന്ന ഇത് കൂടിയ എല്ലാ ആൾക്കാർക്കും അഭിവാനന്ദനവും ഭാവങ്ങളും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജോയി തുമ്പിയിലെ സംസാരിക്കുന്നത് പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ, നമ്മളെ വളരെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ പണമാണ് ഈ സൊസൈറ്റിയിൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തത്. 2016 മുതലാണ് തീർത്തും നമുക്കിത് ലഭിക്കാതെ പോയത്. അതിന് മുൻപേ ഉള്ള അഴിമതികളാണ്. ഇപ്പം നമ്മളിവിടെ അടിയന്തരമായിട്ട് കൂടാൻ ഒരു പ്രത്യേക കാരണമുണ്ടായി. ഞങ്ങളുടെ ഡിപ്പോസിറ്റേഴ്സ് ആരും അറിയാതെ ഇതൊരു പ്രധാന പോയിന്റാണ് ഈ പറയുന്നത് കേട്ടോ. പിന്നെ അറിയാതെ ഇവിടെ ഡയറക്ടർ ബോർഡ് കൂടാൻ തീരുമാനിച്ചു. ഡയറക്ടർ ബോർഡ് കൂടാൻ തീരുമാനിച്ചത് ഇവിടുത്തെ അഴിമതിയിൽ 2ാം സ്ഥാനക്കാരനായ ഇവിടുത്തെ അസിസ്റ്റന്റ് സെക്രട്ടറി പെൻഷൻ പറ്റിപ്പോയ വർഗീസ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്. വർഗീസ് കുളത്തിനാൽ എന്ന് പറയുന്ന ആൾ. അയാള് മാനദണ്ഡം പാലിക്കാതെ തന്നെ അയാളുടെ പേരിലും അയാളുടെ ഭാര്യയുടെ പേരിലും അയാളുടെ മക്കളുടെ പേരിലും 40 ലക്ഷം രൂപയിൽ കൂടുതൽ ലോൺ എടുത്തു. സാധാരണ ഒരു ജീവനക്കാരൻ ആ സഹകരണ ബാങ്കിൽ ജോലി ചെയ്താൽ ആ സ്ഥാപനത്തിൽ നിന്നോ അയാളുടെ ജൂറിസ്ഡിക്ഷനിൽ നിന്നോ ലോൺ എടുക്കരുതെന്ന് നിയമമുണ്ട്. ലോൺ എടുത്താൽ ഇയാളെ സർവീസിൽ നിന്ന് പിരിച്ചു വിടണമെന്നുണ്ട്. എന്നിട്ട് അയാളുടെ പേരിൽ ഒരു കേസ് പോലും ഇതേവരെ എടുത്തിട്ടില്ല. ഒരു കേസ് പോലും എടുക്കാതാണ് ഇയാളെ. എന്നിട്ട് ഇയാൾ ഇത്രയും രൂപ ഇവിടെ അടയ്ക്കാനുണ്ട്. ഇതിന് പലിശ സഹിതം 1 കോടി രൂപ ഈ മേളിലുണ്ട്. ഈ 40 ലക്ഷം എടുത്തതിൽ ഒരു 10 കാശടയ്ക്കാൻ 1 കോടി രൂപ മേളിലായിട്ടുണ്ട്. എന്നിട്ട് അയാളെ സ്വാധീനിച്ച് ഇവിടെ പ്രത്യേക ഡയറക്ടർ ബോർഡ് യോഗം കൂടി അയാളുടെ ഗ്രാറ്റുവിറ്റി, അലവൻസ്, PF, പെൻഷൻ ഇതെല്ലാം കൊടുക്കാൻ വേണ്ടിയാണ് ഇന്നിവിടെ ഈ പ്രത്യേക ഡയറക്ടർ ബോർഡ് യോഗം കൂടുന്നത്. ഇത് ഞങ്ങൾ രഹസ്യമായിട്ട് അന്വേഷിച്ചറിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് ഇതിനെപ്പറ്റിയുള്ള വിവരം കിട്ടിയത്. എന്നിട്ട് ഞങ്ങൾ ഡിപ്പോസിറ്റേഴ്സിനെ ഇത് അറിയിക്കുക ഒന്നും ചെയ്യാതെ ഈ ഏറ്റവും കൂടുതൽ അഴിമതി നടത്തിയ ഈ വർഗീസിന് ആനുകൂല്യങ്ങൾ കൊടുക്കാൻ വേണ്ടിയാണ് ഇവർക്ക് ഏറ്റവും കൂടുതൽ ധൃതി കാണിച്ചത്. ഇപ്പം ഞങ്ങളിവിടെ ഇവിടെ കൂടാൻ ഏറ്റവും പ്രത്യേകമായ കാരണം അത് തന്നെയാണ്. അപ്പോൾ ഇവിടെ ഡയറക്ടർ ബോർഡ് കൂടി ഈ ഇത്രയും ക്യാഷ് ഈ സൊസൈറ്റിക്ക് അടയ്ക്കാനുള്ള ഈ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ക്യാഷ് കട്ടുകൊണ്ട് പോയി അയാൾ കുടുംബം സുരക്ഷിതമാക്കി. ഇപ്പം ഇയാളുടെ 2 മക്കളാണ്. ആ മക്കളാണെങ്കിൽ മെഡിസിൻ സീറ്റ് മേടിച്ച് MBBS പാസ്സായി, BDS പാസ്സാക്കി. ഇതെല്ലാം ഞങ്ങളുടെ കാശ് കൊണ്ടാണ് ഇതെല്ലാം ചെയ്തേക്കുന്നത്. അല്ലാതെ ഒരു സാധാരണക്കാരനായ
ഒരു സൊസൈറ്റിയിലെ സംസ്ഥാന ജീവനക്കാരന് അത്രയും പോലും ഒരു ശമ്പളമില്ലാത്ത ഒരു സൊസൈറ്റിയിലെ ക്ലർക്കിന് ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ? അയാൾക്ക് കുടുംബസ്വത്വമൊന്നും വേറെ ഇല്ല. ഇതെല്ലാം ഇവിടെ നിന്ന് കിട്ടുന്ന ശമ്പളം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇതെല്ലാം ചെയ്ത് അവസാനം ഞങ്ങളുടെ മക്കളെ പഠിപ്പിക്കാൻ പറ്റില്ല. ഞങ്ങളുടെ ഞാൻ വീട്ടിൽ ആർക്കെങ്കിലും ഒരു അസുഖം ഉണ്ടെങ്കിൽ പിന്നെ അവർക്ക് ചികിത്സിക്കാൻ കാശ് കിട്ടിയില്ല. ഇപ്പം തന്നെ ജോയൽ ജോർജ് എന്ന് പറയുന്ന ഒരാൾ ഈ ആക്ഷൻ കൗൺസിലിൻ്റെ പ്രസിഡന്റാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഓപ്പറേഷനായിട്ട് ഈ കഴിഞ്ഞ ആഴ്ചയാണ് ആശുപത്രിയിൽ നിന്ന് വന്നത്. മേജർ ഓപ്പറേഷനായിരുന്നു. അയാൾ കടമെടുത്താണ് വേറെ ലോൺ എടുത്താണ് ആ ഓപ്പറേഷൻ നടത്തിയത്. ഇവിടുന്ന് ഒരു 10 പൈസയും കിട്ടിയില്ല. അങ്ങനെ പലര് അയാളുടെ മാതാവ്, അദ്ദേഹത്തിൻ്റെ മാതാവ്, അവർക്കും പിന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് ഓപ്പറേഷൻ കഴിഞ്ഞു. 10 പൈസ ഇവിടുന്ന് കിട്ടിയില്ല. എനിക്കാണെങ്കിൽ അതിൻ്റെ കാലിനൊരു ഓപ്പറേഷൻ വന്ന് പല രീതിയിൽ കൂടെ ആയി, ലക്ഷക്കണക്കിന് രൂപ ചിലവായി. എനിക്കൊരു 10 പൈസ കിട്ടിയില്ല. പക്ഷേ എന്നിട്ട് ഇതൊന്നും കൊടുക്കാതെ, ഈ കഷ്ടപ്പെടുന്ന ഡിപ്പോസിറ്റേഴ്സിന് കൊടുക്കാതെ, ഈ അഴിമതി നടത്തിയ ഈ വർഗീസിന്, മുൻ അസിസ്റ്റന്റ് സെക്രട്ടറിയാണ്, ഈ വർഗീസിന് ആനുകൂല്യം കൊടുക്കാൻ വേണ്ടി ഈ പിന്നെ ഡയറക്ടർ ബോർഡ് കൂടുന്നതിനകത്തെ പിന്നെ നന്മ നിങ്ങൾ എല്ലാവരും ഇതിനകത്തെ അപാകതകളും തിരിച്ചറിയണം. പിന്നെ ഇത്രയും കള്ളക്കളി. പിന്നെ എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത്, ഈ സൊസൈറ്റിയെ പറ്റി ഇതേവരെ ഇവിടെ നടത്തിയ അഴിമതികൾ പുറത്തോട്ട് അറിഞ്ഞിട്ടില്ല. ഇതുപോലൊരു പ്രതിഷേധം വ്യാപകമായിട്ട് നല്ല രീതിയിൽ കൂടെ നിങ്ങളെപ്പോലെ ഞാനും കുറച്ച് പൈസ ഇവിടെ കൊണ്ടിട്ടിട്ടുണ്ട്. ആദ്യം വരുമ്പോൾ വർഗീസ് കൊടുക്കുന്നാൽ പറയുമായിരുന്നു, അച്ഛനിപ്പോൾ ഇവിടെ ഈ പൈസയുടെ ആവശ്യമൊന്നും ഇല്ലല്ലോ, ഇന്നെ തരാമെന്ന് പറഞ്ഞ് എന്നെ ഒഴിവാക്കുമായിരുന്നു. പിന്നീടാണ് ഞാൻ അറിയുന്നത് ഈ ബാങ്ക് ഇങ്ങനെയൊക്കെ ആയിപ്പോയി. ഞങ്ങളുടെ ആവശ്യത്തിന് വരുമ്പോൾ ഒന്നും പൈസ കിട്ടിയിട്ടില്ല, ഇപ്പോഴും കിട്ടുന്നില്ല. ഇപ്പോഴും തന്നെ മുമ്പ് പറഞ്ഞാൽ 500,000 രൂപ ആദ്യം കുറച്ച് മാസം കിട്ടി, പിന്നീട് ഒട്ടും കിട്ടാതായിരിക്കുകയാണ്. എന്തെങ്കിലും കിട്ടുമെന്നുള്ള പ്രതീക്ഷ വന്നാലും ഒന്നും കിട്ടത്തില്ല. അതുകൊണ്ട് നമ്മൾ നിക്ഷേപിച്ചിട്ടുള്ള പണം നമുക്ക് എങ്ങനെയും കിട്ടിയേ മതിയാവും. അതുകൊണ്ട് നാം അതിനുവേണ്ടി പ്രവർത്തിക്കണം, മുന്നോട്ട് തന്നെ പോകണം. പുറകോട്ടാരും പോകാതെ മുന്നോട്ട് തന്നെ നമ്മുടെ പണം കിട്ടുന്നതിന് വേണ്ടി ഉത്സാഹിക്കണമെന്ന് പറഞ്ഞുകൊണ്ടും എല്ലാവർക്കും ദൈവം അനുഗ്രഹിക്കട്ടെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. കർഷകരും കർഷക തൊഴിലാളികളും കൃഷിക്കാരും ഓട്ടോറിക്ഷ തൊഴിലാളികളും രാവ് മുതൽ വൈകുന്നേരം വരെ പണിയെടുത്ത് കിട്ടുന്ന തുച്ഛമായ കാശ് സ്വരൂപിച്ച് ഈ ബാങ്കിൽ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് ഇവിടെ കൊണ്ട് നിക്ഷേപിച്ച് സ്വന്തം മക്കളുടെ വിവാഹത്തിന് അവരുടെ പഠിത്തത്തിന് വേണ്ടി നിക്ഷേപിച്ചിട്ട് 1 രൂപ പോലും തിരിച്ചു കൊടുക്കാൻ ഒക്കാത്ത ഒരു അവസ്ഥയിലേക്ക് ഈ ബാങ്ക് നീങ്ങിയിരിക്കുകയാണ്. ഈ ബാങ്കിൽ ജോലി ചെയ്ത പല ആൾക്കാരും ഇവിടുത്തെ 12ഓളം സ്റ്റാഫുകൾ കുറ്റക്കാരാണെന്ന് ഇതിന് മുമ്പ് ഇവിടെ ഇരുന്ന CI അദ്ദേഹം അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ്. പക്ഷേ അതിനെതിരെ ഇതുവരെ ശക്തമായ ഒരു നടപടി സ്വീകരിക്കുവാൻ ഈ സൊസൈറ്റിക്കോ അല്ലെങ്കിൽ ഈ സർക്കാരിനോ കഴിഞ്ഞിട്ടില്ല. നാട്ടിലുള്ള സകല സൊസൈറ്റികളും കട്ടുമുടിക്കുന്ന രീതിയിൽ ഈ സൊസൈറ്റി ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഈ കാലഘട്ടത്തിൽ ഈ ചന്ദനപ്പള്ളി സൊസൈറ്റിയിൽ ഏകദേശം 340-ലധികം പേർക്കോളം ഇവിടെ നിന്ന് നിക്ഷേപം തുക തിരിച്ചു കൊടുക്കാനുണ്ട്. അതിൽ വിവാഹം കഴിച്ചയക്കാൻ പെൺമക്കൾക്ക് വേണ്ടി ഇട്ടിരിക്കുന്ന പൈസ ഉടൻ തന്നെ ആവശ്യമുള്ള പല ആൾക്കാർ ഇവിടെ ഉണ്ട്. ഓപ്പറേഷൻ ചെയ്യുന്നതിന് വേണ്ടി പൈസ ഇല്ലാതെ ബുദ്ധിമുട്ടുന്നവരുണ്ട്. അവരുടെ എല്ലാം പൈസ എത്രയും പെട്ടെന്ന് കൊടുത്ത് തീർക്കണമെന്നുള്ള ആവശ്യമാണ് ഞങ്ങളിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഇവിടെ ആവശ്യപ്പെടുന്നത്. അല്ലാത്ത പക്ഷം ഇതൊരു സൂചനയല്ല. ഇത് ഞങ്ങൾ ഈ സമരവുമായിട്ട് ഒരു 6-7 തവണയോളം കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഈ സൊസൈറ്റിയുടെ മുൻപിൽ ഉപരോധം ഏർപ്പെടുത്തുകയുണ്ടായി. അന്ന് ഇവിടുത്തെ സ്റ്റാഫ് ഞങ്ങളെ തന്നെ കളിയാക്കി, നിങ്ങളുടെ ആരുടെയെങ്കിലും പൈസ ഇവിടെ നിക്ഷേപിച്ചിട്ടുണ്ടോ എന്നാണ് അവർ ഞങ്ങളോട് ചോദിച്ചത്. പക്ഷേ ഒരു പ്രശ്നം വരുമ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ ഇടപെട്ടെങ്കിലേ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ എന്നുള്ള ആ ഒരു ധാരണ വെച്ചാണ് ഞങ്ങൾ ഈ സമരവുമായി മുന്നോട്ട് നീങ്ങുന്നത്. ഈ നിക്ഷേപകരിൽ ആർക്കെങ്കിലും ജീവഹാനി സംഭവിച്ചാൽ അവരുടെ മൃതശരീരം ഈ സൊസൈറ്റിയുടെ മുമ്പിൽ കൊണ്ടുവച്ച് ഞങ്ങൾ ഉപരോധം ഏർപ്പെടുത്തും എന്നുള്ള ശക്തമായ മുന്നറിയിപ്പ് ഞങ്ങൾ നൽകുകയാണ്. അതുകൊണ്ട് കർഷക കോൺഗ്രസിന്റെ എല്ലാ പിന്തുണയും ഈ സമരത്തിന് ഉണ്ടായിരിക്കുമെന്ന് ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ ഉപരോധത്തിന് എല്ലാവിധമായ ഭാവങ്ങളും നേരുന്നു.
ഇതുവരെ പൈസ കിട്ടിയിട്ടില്ല. എൻ്റെ ഭർത്താവ് ഇവിടെ വീട് ഈ സൊസൈറ്റി നശിച്ചു പോയപ്പോൾ എൻ്റെ അമ്മായിപ്പന് കൊപ്പാറ അവരെല്ലാം കൂടി സൊസൈറ്റി വീണ്ടും ഉയർത്തി വന്നു. അത് വീണ്ടും നശിപ്പിച്ചു. വീണ്ടും അവർ പൈസ ഇവിടെ ഇട്ട് ഇത് സൊസൈറ്റി നടത്തിക്കൊണ്ട് പുള്ളി പൈസ ഇവിടെ 10 ലക്ഷം രൂപ ഇവിടെ കൊണ്ടിട്ടു. ഇട്ടത് ഞാൻ പറയാം. ഇട്ടത് പുള്ളി ആശുപത്രി പിന്നെ ബിലുവേഴ്ത്തി കിടന്നപ്പോൾ ഞങ്ങൾക്ക് പൈസ ഇവിടെ വന്ന് ചോദിച്ചപ്പോൾ അവർ തന്നില്ല. ഞാൻ പിന്നെ പൈസ പലിശക്കെടുത്ത് ഞാൻ ആശുപത്രിക്ക് പൈസ അടച്ച് പുള്ളി മരിച്ചും പോയി. ഞാൻ വരുമ്പോൾ ഈ വയ്യാതെ ഞാൻ ഇവിടെ മേളിൽ കയറി വരുമ്പോൾ ഇവിടെ ഒന്നുമില്ല, ഇവിടെ ഒന്നും കിട്ടിയില്ല, ഈ മാസത്തിൽ ഒരു പൈസയും കിട്ടിയില്ല എന്നും പറഞ്ഞ് എന്നെ പറഞ്ഞു വിടും. എനിക്ക് ഒരു പൈസയും കിട്ടുന്നില്ല. ഇങ്ങനെ ഇരിക്കുവാ എൻ്റെ അവസ്ഥ. ഞാൻ എന്ത് ചെയ്യണം? എനിക്കിപ്പോൾ കൂലിവേല ജീവിക്കാൻ കാര്യം. എനിക്ക് ജീവിക്കാൻ വേണ്ടി അത് പൈസ കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെ വെള്ളത്തിൽ കിടന്നു. ഈ സമരം ബഹുമാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥ ബഹുമാനപ്പെട്ട SHOയുടെ ശ്രദ്ധയ്ക്ക് പറയുകയാണ്. സാറേ, ഞങ്ങൾ ഈ സമരം ഇപ്പോൾ ഇവിടെ അവസാനിക്കുന്നു. വരും സമയത്ത് വീണ്ടും ഞങ്ങൾ ഇതുപോലെ സ്റ്റേഷൻ ഞങ്ങൾ ലെറ്റർ തരും. ഇന്നത്തെ സമരം ഇന്നിവിടെ ഞങ്ങൾ പര്യവസാനിച്ച് ഞങ്ങൾ ഭവനങ്ങളിലേക്ക് പോവുകയാണ്. ബഹുമാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥര് സമയത്ത് ഇവിടെ എത്തിച്ചേർന്ന പോലീസ് ഉദ്യോഗസ്ഥര്, മലയാള മനോരമയുടെ പ്രതിനിധി, മാധ്യമത്തിന്റെ പ്രതിനിധി, സ്പെഷ്യൽ മാതൃഭൂമിയുടെ പ്രതിനിധി, സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥൻ രാജശേഖരൻ സാറ്, ഇവർക്കെല്ലാം ഒറ്റ വാക്കിൽ നിക്ഷേപയുടെ പേരിൽ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. ഈ വേനലവധിക്കാലം ആഘോഷിക്കൂ ഹാപ്പി ലാൻഡ് അമ്യൂസ്മെന്റ് പാർക്കിനൊപ്പം. കണ്ണാടികളുടെ അത്ഭുത ലോകത്തിന്റെ മായാജാല കാഴ്ചകളുടെ അനുഭവത്തിലേക്ക് എത്തിക്കുന്ന പുത്തൻ റൈഡറായ മിറർ ഹൗസ്. 5D തിയേറ്റർ, ത്രസിപ്പിക്കുന്ന റൈഡുകൾ, ആശ്ചര്യപ്പെടുത്തുന്ന റൈഡുകൾ, വാട്ടർ റൈഡുകൾ, അടിച്ചു പൊളിച്ച് രസിക്കൂ ഹാപ്പി ലാൻഡ് വാട്ടർ തീം ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക്, വെമ്പായം, തിരുവനന്തപുരം. ഹാപ്പി ലാൻഡ് വാട്ടർ തീം ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക്, തിരുവനന്തപുരം.